ഞാൻ കൂൺ കൃഷി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നോട് തന്നെ ചോദിച്ചു, എൻ്റെ വീട്ടിലുള്ളവർ ചോദിച്ചു, ഓ കൂൺ കൃഷി ചെയ്താൽ നിനക്കിപ്പോൾ എന്താണ് ഇതിൽ നിന്ന് കിട്ടാൻ പോണത്, എന്ത് ലാഭമാണ് കിട്ടാൻ പോണത്, വേറെ എന്തെങ്കിലും ചെയ്തു കൂടെയെന്ന്. പക്ഷെ എനിക്ക് കൂൺ കൃഷിയോട് ഭയങ്കര താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഇത് എനിക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ്, എനിക്ക് മണ്ണിൽ ഒന്നും ചെയ്യണ്ട, ഒരു റൂം ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ കൂൺ കൃഷി തന്നെ തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം. ആദ്യമേ എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ, ഇത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ, ഇതിന് വലിയ സാധ്യതയുണ്ടോയെന്നൊന്നും എനിക്ക് തുടക്കത്തിൽ എനിക്ക് തോന്നിയില്ല. പക്ഷെ ഞാനിത് കൃഷി ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഭയങ്കര സാധ്യതയുള്ള ഒരു സംഭവമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ നെറ്റിലും ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ അറിയാൻ, ചൈന, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് വലിയ ഒരു പ്രോഡക്റ്റും അവരുടെ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നമുക്കും ചെയ്യാൻ പറ്റുന്ന, ഇതുപോലെ നല്ല പ്രോഡക്റ്റുകൾ നമുക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഞാനിവിടെ ഇപ്പം കൃഷി ചെയ്തു തുടങ്ങി. അപ്പം ഞാൻ വീട്ടിൽ തന്നെ സാധാ രീതിയിൽ ഇപ്പം നമ്മൾ തീയൽ വെക്കുന്നു, മുട്ട ഓംലെറ്റ് വെക്കുന്നു, അതുപോലെ തോരൻ വെക്കുന്നു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തു. അപ്പോൾ അതെല്ലാം നല്ലതായി. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ സ്ഥിരം ആയിട്ടുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചു. ഇനി നമുക്കൊരു ഗസ്റ്റ് വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അവധി ദിവസം വന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മക്കൾക്കും ഹസ്ബൻഡിനൊക്കെ ഒരു ഇച്ചിരി കൂടി നല്ല ഭക്ഷണം ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാനപ്പോൾ ഇതിൻ്റെ ഫ്രൈഡ് റൈസും ചില്ലി മഷ്റൂമും ചെയ്ത് നോക്കി. അപ്പോൾ അത് നല്ലതായിട്ട് വന്നു. അതുപോലെ തന്നെ സൂപ്പ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അത് നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ബിരിയാണി വെച്ച് നോക്കി, അപ്പോഴിത് നന്നായിട്ട് വന്നു. അതിനുശേഷം ഞാൻ വിചാരിച്ചു 4 മണിക്ക് പിള്ളേർ ക്ലാസ് നിർത്തി വരുമ്പോഴേക്കും ഇവർ വളരെ വിശപ്പോടുകൂടിയായിരിക്കുമല്ലോ വന്നത്. അപ്പം ഞാൻ ആദ്യമേ ട്രൈ ചെയ്ത് നോക്കിയത് സാൻഡ്വിച്ചായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണെന്ന് മക്കൾ എന്നോട് പറഞ്ഞു. അപ്പോൾ അതും നന്നായിട്ട് പോയി. അതിനുശേഷം പിന്നെ ഞാൻ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കി, അതുപോലെ സ്റ്റൂ വെക്കാൻ നോക്കി, അതൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ മൊമോസ് ചെയ്ത് നോക്കി, അതുപോലെ തന്നെ ഇതിൻ്റെ റോള്, പിന്നെ സമോസ, അങ്ങനെ പലത്, അതുപോലെ തന്നെ ബജി, അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെയ്തപ്പോൾ അതെല്ലാം നല്ലതായിട്ട് വന്നു. പക്ഷേ അതിൻ്റെയൊക്കെ ലൈഫ് വളരെ കുറവാണ്. കാരണം നമുക്ക് ഉണ്ടാക്കി വെച്ച ഫ്രോസൺ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം വന്ന ഒരു 2 ആഴ്ച വരെ ചെയ്യാൻ പറ്റും. ഷെൽഫ് ലൈഫ് കൂടുതലുള്ള എന്തെങ്കിലും ഒരു കൂണിൻ്റെ ഒരു സാധനം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ മഷ്റൂം പൗഡറാണ് പിന്നെ ഞങ്ങൾ ചെയ്യാനായിട്ട് നോക്കിയത്. അപ്പോൾ വൈറ്റമിൻ ലോസ് ഇല്ലാതെ ഡീഹൈഡ്രേറ്റ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മഷ്റൂം പൗഡർ നമുക്ക് പല കറികളിൽ, സൂപ്പ്, അതുപോലെ കേക്ക്, ഇങ്ങനെ പല സാധനങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും കൂടി ചിന്തിച്ചു. ഇത് കുറച്ചും കൂടി 1 വർഷമൊക്കെ ഉള്ള ഒരു ലൈഫുള്ള ഒരു ഡ്രിങ്ക് പോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഞങ്ങൾ ഇതുപോലെ തന്നെ കൂൺ വിറ്റ എന്നൊരു പ്രോഡക്റ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ഇനി ഒത്തിരി സാധനങ്ങൾ നമുക്ക് വേറെ ചെയ്യാനായിട്ട് സാധിക്കും. കൂണിൽ ഒത്തിരി വൈറ്റമിൻ ഡി ഉണ്ടെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ എല്ലാവർക്കും വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട്. അപ്പം അതുകൊണ്ട് നാച്ചുറലായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സാധനത്തിൽ നിന്ന് വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ സാധിക്കും വല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് കൂണിൽ ഇത് നല്ലതായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അപ്പം അതിനെ ഞങ്ങൾ എൻഹാൻസ് ചെയ്തെടുത്ത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റിലേക്ക് ആക്കി ഇരിക്കുകയാണ്. ഇനി ഈ പ്രോഡക്റ്റ് മാത്രമല്ല, നമുക്കിതുകൊണ്ട് ഒത്തിരി പ്രോഡക്റ്റുകൾ വേറെ ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.